ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഹരി ഓം. ഹരി ഓം. നാരായണ. ഓം. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാ അമ്മമാർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ. രാമായണ മാസം ഇന്ന് 8ാം ദിവസം. എല്ലാവരും രാമായണ ഉപാസന തുടരുന്നുണ്ടാവും. എല്ലാവരും തിരക്കുകളിലാണ്. ദേവി മഹാത്മ്യവും ലളിതാ സഹസ്രനാമവും സൗന്ദര്യ ലഹരിയും എല്ലാം പാരായണം ചെയ്യലും ക്ഷേത്ര ദർശനങ്ങളും എല്ലാം നടക്കട്ടെ. നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗയ്ക്ക് ചെറിയൊരു ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഇനി ചിങ്ങമാസത്തിലെ ഇത് ക്ലിയർ ആവും. ചിങ്ങമാസം 1-ാം തീയതി മുതൽക്ക് ഭാഗവത ജ്ഞാനഗംഗ തുടരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെയും ചില നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് ഒരു ഉൾവിളി. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം. ഹരി ഓം. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലേ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ആൻസർ ചെയ്താൽ നന്നായിരിക്കും. ക്ലിയർ ആണോ എല്ലാവർക്കും? എല്ലാവർക്കും കേൾക്കാവോ? യെസ് എന്ന് പറയും. യെസ്. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്. ഓക്കെ ഓക്കെ. നമ്മൾ 2-3 ദിവസമായിട്ട് ഗുരുപൂർണിമയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അല്ലേ? ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹ വർഷത്തിൽ മുഴുകി ആനന്ദമായി കഴിയുകയായിരുന്നു. ഇനിയും ആ ആനന്ദം നമുക്ക് തുടർന്നും അനുഭവിക്കാം. ഗുരു പരമ്പരയുടെ മുഴുവൻ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ ഒരു ഗണേശ സ്തുതിയോടുകൂടി തുടങ്ങാം. എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. നല്ല കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ ആദ്യം ഗണേശ ഭഗവാനെ സ്മരിക്കണം. അപ്പോൾ
കാവ്യമഞ്ജരി എന്നുള്ള ഒരു കാവ്യസമാഹാരം അതിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഉദ്യമം. ഇന്നത്തെ മാത്രമല്ല, നമ്മൾ വരും ദിവസങ്ങളിലും അതിൻ്റെ തുടർച്ച ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്, സങ്കല്പിച്ചിരിക്കുകയാണ്. എല്ലാം ഈശ്വരാനുഗ്രഹം പോലെ നടക്കട്ടെ. അപ്പൊ ആ കാവ്യമഞ്ജരിയിൽ നിന്ന് തന്നെയുള്ള ആദ്യത്തെ സ്തോത്രമായിട്ടുള്ള ഒരു ഗണപതി സ്തുതി വന്ദേഹം ശ്രീ ഗണേശ്വരം എന്ന് ആരംഭിക്കാം. ഗണപതി സ്തുതിയോടെ ആരംഭിക്കാം. ഓം സർവദേവനുതം പൂജ്യം സർവാഭീഷ്ടപ്രദായകം സർവവിഘ്നഹരം ദേവം വന്ദേഹം ശ്രീഗണേശ്വരം മഹേശ്വരസുതം ദുഃഖഹാരിണം കരുണാകരം ഗിരിജാഹൃദയാനന്ദം വന്ദേഹം ശ്രീഗണേശ്വരം ഏകദന്തം ഗജമുഖം വിദ്യാദാനൈകതൽപരം ജ്ഞാനഭക്തിപ്രദാതാരം വന്ദേഹം ശ്രീഗണേശ്വരം ക്ഷിപ്രപ്രസാദിനം ഭക്തവത്സലം സിദ്ധിദായിനം ദൈത്യഗർവപ്രശമനം വന്ദേഹം ശ്രീഗണേശ്വരം ദൂർവാദളപ്രിയം പുഷ്പമാലാഭരണസംയുതം മാതുരംഗസ്ഥിതം ബാലം വന്ദേഹം ശ്രീഗണേശ്വരം വന്ദേഹം ശ്രീഗണേശ്വരം വന്ദേഹം ശ്രീഗണേശ്വരം. ഈ സ്തോത്രത്തിന്റെ പേര് തന്നെ വന്ദേഹം ശ്രീഗണേശ്വരം എന്ന് തന്നെയാണ്. 5 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. അതിൽ ഓരോ ശ്ലോകത്തിലും അവസാന വരിയില് വന്ദേഹം ശ്രീഗണേശ്വരം, ഞാൻ ശ്രീ ഗണേശ്വരനെ വന്ദിക്കുന്നു, അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു ശ്രീ ഗണേശ്വരനെ എന്നുള്ള ആ ഗണേശ്വര വന്ദനയോടുകൂടിയിട്ടാണ് ഈ കവിതാ സമാഹാരം ആരംഭിക്കുന്നത്. അപ്പോ കാവ്യമഞ്ജരി എന്നാൽ, മഞ്ജരി എന്നാൽ ഒരു പൂങ്കുല, ഒരു ബൊക്കെ എന്നൊക്കെ അർത്ഥമാണ്. പൂങ്കൊത്ത്, പൂക്കളുടെ സമാഹാരം. ഇവിടെ എന്താണ് പൂക്കൾ? കാവ്യങ്ങളാണ് പൂക്കൾ. കാവ്യങ്ങളാകുന്ന പൂക്കളെ കൊണ്ട് ഒരു പൂങ്കൊത്ത് അഥവാ ഒരു ബൊക്കെ നിർമ്മിച്ചിരിക്കുകയാണ് നമ്മുടെ ഓൺലൈനിലെ സ്ഥിരം എന്താ പറയുക, സ്റ്റുഡൻ്റായിരിക്കുന്ന, വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗയും മറ്റ് എല്ലാ ക്ലാസ്സുകളും റെഗുലറായിട്ട് കഴിഞ്ഞ ഏതാനും 4 വർഷത്തോളമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന അമ്മയാണ് കമലാദേവി VN എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എപ്പോഴും കാണാം, ആദ്യം തന്നെ കയറി വരും. നമ്മുടെ ഓൺലൈൻ സ്റ്റുഡന്റ് കമലാദേവി VN. അവര് ഇപ്പോ 84 വയസ്സ് കഴിഞ്ഞു, ശതാഭിഷിക്തയായി. കഴിഞ്ഞ ജൂൺ 29 ഗുരുവായൂരിൽ വെച്ച് അവരുടെ ശതാഭിഷേകം ഞാനടക്കം പങ്കെടുത്തുകൊണ്ട് കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഗംഭീരമായിട്ട് കൊണ്ടാടി. അപ്പോ പ്രകാശനം ചെയ്തതാണ്
ഈ കാവ്യമഞ്ജരി എന്നുള്ളതായിട്ടുള്ള ഈ ഗ്രന്ഥം അഥവാ ഈ കാവ്യസമാഹാരം. അപ്പോ ആ അമ്മയുടെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് അവർക്ക് എപ്പോഴൊക്കെ ആ കാവ്യത്തിലുള്ള എന്താ പറയുക, നമ്മുടെ ഭാഷയിൽ മൂഡ് വരുന്നുവോ അപ്പോഴൊക്കെ അവരിങ്ങനെ കാവ്യങ്ങൾ രചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ ഒതുങ്ങുന്നതല്ല, അവരുടെ മുഴുവൻ സൃഷ്ടികളും കൂടി ചേർത്താൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള സാധാരണക്കാർക്കും പ്രയോജനങ്ങളുള്ളതായിട്ടുള്ള കൃതികളെ മാത്രം ഒന്നിച്ചു ചേർത്ത് ആണ് ഈ കാവ്യമഞ്ജരി എന്ന ഈ ബൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അവർ ദിവസവും ശ്ലോകങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു നൈസർഗികമായിട്ടുള്ള കാവ്യവാസന അവരുടെ ഉള്ളിലുണ്ട്. അത് അവരുടെ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ അത് പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ആ അറിവ് നേടാനുള്ളതായിട്ടുള്ള ഒരു കൗതുകം ഇപ്പോഴും ചെറിയ കുട്ടിയെപ്പോലെ, കൊച്ചുകുട്ടിയെപ്പോലെ ഏത് വിഷയങ്ങളും കേൾക്കാനും പഠിക്കാനുമുള്ളതായിട്ടുള്ള അവരുടെ ആ ഒരു സന്നദ്ധത, അതിനെക്കുറിച്ച് വിചാരം ചെയ്ത് അത് താൻ മനസ്സിലാക്കിയ രീതിയിൽ അഭിപ്രായമായിട്ട് കാവ്യരൂപത്തിൽ അവതരിപ്പിക്കുക. അങ്ങനെയുള്ള ഒരു സ്വഭാവ വിശേഷത്തിന് പാത്രീഭവിച്ചിരിക്കുന്നവളാണ് നമ്മുടെ കഥാനായിക, നമ്മുടെ ഈ കവയിത്രി ശ്രീമതി കമലാദേവി VN എന്ന് നമ്മൾ കാണുന്ന കമലാദേവി കുഞ്ഞമ്മ. അവരിപ്പോ ചേർത്തലയിലാണ് താമസം. ചേർത്തല പള്ളിപ്പുറം NSS കോളേജിന്റെ അടുത്താണ് താമസം. അവര് വിവിധ NSS സ്കൂളുകളിൽ, ഹൈസ്കൂളുകളിൽ അധ്യാപികയായി പ്രവർത്തിച്ചു. HM ആയിട്ട് പ്രവർത്തിച്ചിട്ടാണ് വിരമിച്ചത്. അവസാനം അവർ തുറവൂരായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അവരുടെ 2 അനിയത്തിമാരും ഒരു സഹോദരനുമുണ്ട്. ഇവരൊക്കെ കാവ്യവാസനയും സാഹിത്യവാസനയും എല്ലാം ഉള്ളവർ തന്നെയാണ്. അവരും നമ്മുടെ ഓൺലൈൻ സ്ഥിരം സ്റ്റുഡൻസ് ആണ്. ശ്രീമതി ശകുന്തളാദേവി VN, അതുപോലെ ജഗദംബ കുഞ്ഞമ്മ, ഒരു 3 പേരും നമ്മുടെ ക്ലാസ്സുകളിൽ റെഗുലറാണ്. മറ്റൊരു സഹോദരൻ പുരുഷോത്തമ കൈമൾ, അദ്ദേഹം പിന്നെ അത്ര റെഗുലർ അല്ല, എങ്കിലും ഇടയ്ക്കൊക്കെ കാണും. അദ്ദേഹത്തിന്റെ മിസ്സിസ് ഡോക്ടർ ഇന്ദുമതി, അവരും താല്പര്യമുള്ളവരാണ്. ഇവരുടെയൊക്കെ കുടുംബാംഗങ്ങളും എല്ലാവരും ഈ വിഷയത്തിൽ വളരെ താല്പര്യമുള്ളവരാണ്. ഇവരുടെയൊക്കെ മക്കൾ വിവാഹം കഴിച്ചിട്ടുള്ളവർ എല്ലാവരും. അപ്പോ അങ്ങനെ അനുഗ്രഹീതരായ ഒരു സജ്ജനങ്ങളുടെ കുടുംബമാണ്. നല്ല ചിന്തകൾ മാത്രം, എല്ലാവർക്കും നന്മ മാത്രം ചിന്തിക്കുന്ന കുറെ ആളുകളുടെ ഒരു ഫാമിലിയാണ് ഇവരുടെ ഫാമിലി. സത്സംഗത്തിന് പറ്റിയ ഫാമിലിയാണ്. അവർക്കെപ്പോഴും സത്സംഗത്തിൽ മാത്രമേ താല്പര്യവും ഉള്ളൂ. അപ്പോ അങ്ങനെയുള്ള അമ്മയുടെ കാവ്യങ്ങള് രചിച്ച് ഇങ്ങനൊരു പുസ്തകം ഇറക്കണം എന്നുള്ളതായിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും പ്രോത്സാഹനം കൊടുത്തത് ഞാൻ തന്നെയാണ്, താല്പര്യം പ്രകടിപ്പിച്ചത് ഞാൻ തന്നെയാണ്. അങ്ങനെ അവര് ഈ കാവ്യങ്ങളെല്ലാം DTP ആക്കി നമുക്ക് അയച്ചു തരികയും അതെല്ലാം ഞാൻ പലവട്ടം ചൊല്ലി നോക്കുകയും അതിന്റെ ഭംഗി ആസ്വദിക്കുകയും അതുകൊണ്ട് തന്നെ ഇത് പ്രസിദ്ധീകരിക്കപ്പെടേണ്ടതാണെന്ന് നിർബന്ധപൂർവം പറഞ്ഞ് അതിനുവേണ്ട എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. അങ്ങനെ ഇതിന്റെ പ്രൂഫ് റീഡിങ്ങും ഇതിനൊരു അവതാരിക എഴുതിയതും നമ്മൾ തന്നെയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഇതിനു മുമ്പും ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ചെറിയൊരു പുസ്തകം, 37 സ്തോത്രങ്ങൾ അടങ്ങിയ
പൂജാ പുഷ്പങ്ങൾ എന്ന് പറഞ്ഞ് 2020 ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതും ഇതുപോലെ ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, സ്തുതികൾ മാത്രമാണ്. സ്തുതികളും പുരാണ കഥകളെ മലയാളത്തിൽ അവര് അവതരിപ്പിക്കുന്നതൊക്കെയാണ് പൂജാപുഷ്പങ്ങൾ. അത് ചെറിയൊരു പുസ്തകമാണ്. ഇത് കുറച്ചുകൂടി വലുതാണ്. അപ്പോ സ്തോത്രങ്ങളുണ്ട് ഇതില്. പുരാണ സംബന്ധികളായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഗവതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നും ഭാരതത്തിൽ നിന്നുമൊക്കെയുള്ള കഥാസന്ദർഭങ്ങളെ കാവ്യരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പൊതുവിഷയങ്ങളെ കുറിച്ചിട്ടുള്ള കവിതകളുണ്ട്. പിന്നെ ഇതിന്റെ അവസാന ഭാഗം ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ ഭക്തപ്രിയ എന്ന മാസികയിൽ വളരെ കാലം സമസ്യാപൂരണം എന്നുള്ള ആ അവസാനത്തെ പേജിലുണ്ടായിരുന്ന കോളത്തിൽ വരുന്ന എല്ലാ സമസ്യകൾക്കും ഇവര് 3 വരികൾ പൂർത്തീകരിക്കണമല്ലോ. അവസാനത്തെ വരി മാത്രം കൊടുത്തിരിക്കും. ആദ്യത്തെ 3 വരികൾ കാവ്യവാസനയുള്ളവരൊക്കെ പൂർത്തീകരിച്ച് അയച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ ഇവർ റെഗുലറായിട്ട് അയച്ചു കൊടുത്ത 100-ലധികം ശ്ലോകങ്ങളാണ് സമസ്യാപൂരണം എന്നുള്ള രീതിയിൽ വളരെ മനോഹരങ്ങളായിട്ടുള്ള ഗുരുവായൂരപ്പനെയും ദേവിയെയും എല്ലാം സ്തുതിക്കുന്ന ശ്ലോകങ്ങളാണ്. അതും കൂടി ചേർത്താണ് ഈ കാവ്യമഞ്ജരി എന്നതായിട്ടുള്ള ഈ ഗ്രന്ഥം. അപ്പോ ഈ കഴിഞ്ഞ ജൂൺ 29 അവരുടെ ശതാഭിഷേക ദിനത്തിൽ ഗുരുവായൂരിൽ വെച്ചിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. അന്ന് നമ്മളിതിന്റെ ലൈവ് ചെയ്തിരുന്നു. ഈ പിറന്നാൾ ആഘോഷവും അതിനോടനുബന്ധിച്ചുള്ളതിന്റെ പ്രകാശന കർമ്മവും ഒക്കെ ലൈവ് ചെയ്തിരുന്നു. കണ്ടവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. അപ്പൊ ഇതില് കവിതകളിൽ സ്തോത്രങ്ങൾ എന്നുള്ള വിഭാഗത്തില് ഈ കാവ്യമഞ്ജരിയിൽ 13 സ്തോത്രങ്ങള്, പുരാണ സംബന്ധികളായിട്ടുള്ള വിഷയങ്ങള് 17 എണ്ണം, പൊതുവിഷയങ്ങള് 12 എണ്ണം. അങ്ങനെ 17ഉം 13ഉം 30ഉം 12ഉം 42 കവിതകളും പിന്നെ സമസ്യാപൂരണ ശ്ലോകങ്ങൾ 100 എണ്ണം. ഇങ്ങനെയാണ് ഇതിന്റെ അവതരണം. അപ്പൊ ചെറുതും വലുതുമായിട്ടുള്ള കാവ്യങ്ങളാണ്. അതിലിപ്പോ ഗണേശസ്തുതിയാണ് നമ്മൾ ആരംഭത്തിൽ ചൊല്ലിയത്. ഇനി നമുക്ക് 2 ദേവീസ്തുതികൾ ഇതിലുണ്ട്. ഒന്ന് ദേവി മൂകാംബികെ എന്ന് പറഞ്ഞുകൊണ്ടും ഒരു ദേവീ പ്രാർത്ഥനയിൽ എന്ന് പറഞ്ഞുകൊണ്ട് 2 കീർത്തനങ്ങളുണ്ട്. 2ഉം അതിമനോഹരം. ഇന്ന് നമുക്ക് ചൊവ്വാഴ്ചയല്ലേ, ആരും അത് പാടി ദേവിയെ സ്തുതിക്കാം. വളരെ ഭക്തി രസകരമായിട്ടുള്ള ഭക്തിജ്ഞാന വൈരാഗ്യപ്രദങ്ങളാണ് ഇവരുടെ സ്തോത്രങ്ങൾ. കാരണം ആ ഭാഗവതം നല്ലതുപോലെ ഉൾക്കൊണ്ടിട്ടുള്ള അമ്മയാണ്. അപ്പൊ ആ ഒരു അതിന്റെ ഭാഗവതത്തിന്റെ മാധുര്യം, ഭക്തിയുടെ മാധുര്യം, അതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ സുഗന്ധം, അതുപോലെ വൈരാഗ്യത്തിന്റെ സൗന്ദര്യം എല്ലാം ചേർന്നതാണ് ഇവരുടെ കാവ്യങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ബുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള വാട്സപ്പിലൂടെ അന്വേഷിക്കാം. വാട്സപ്പിലൂടെ അന്വേഷിച്ചാൽ ഡീറ്റെയിൽസ് തരാം. നമ്മൾ ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ അയച്ചു തരാം, അതല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് അയച്ചു തരും. എങ്ങനെ വേണമെങ്കിൽ ചെയ്തു തരാം. അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, കാരണം പ്രായമായിട്ടുള്ളവരാണ്. നമുക്കാവുമ്പോൾ ഇവിടെ റെഗുലർ സൗകര്യമുണ്ട്. മാത്രമല്ല അവർ കൊറിയറായിട്ട് അയക്കുമ്പോൾ കൊറിയറിന് റേറ്റ് കൂടും. നമ്മളിവിടെ പോസ്റ്റൽ പാർസലായിട്ടാണ് അയക്കുക, അത് റേറ്റ് കുറയും. എന്തായാലും വേണ്ടവർ പറഞ്ഞാൽ മതി, നമ്മൾ വാട്സപ്പിലൂടെ മെസ്സേജ് തന്നാൽ മതി. എല്ലാവർക്കും അയച്ചു തരാൻ കഴിയും. ഇപ്പത് 1000-ഓളം കോപ്പിയാണ് തോന്നുന്നു ഫസ്റ്റ് പ്രിന്റ് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അയക്കാൻ പറ്റും. ആദ്യം വരുന്ന ആളുകൾക്കൊക്കെ അയക്കാൻ പറ്റും. അപ്പോ ദേവി മൂകാംബികെ എന്നുള്ള ദേവിയെ സ്തുതിക്കുന്ന കീർത്തനം ആദ്യം പാരായണം ചെയ്യാം. ഓം മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ ദേവി പാലയ മാം.
ദേവി ഭഗവതി കാരുണ്യപീയൂഷദായിനി അംബികേ പാലയ മാം. ദേവി സരസ്വതി ദേവി വാഗീശ്വരി ദേവി ഭക്തപ്രിയേ പാലയ മാം. മംഗളദായിനി ദേവി മഹേശ്വരി രാജരാജേശ്വരി പാലയ മാം. ഇത് പല്ലവി പോലെ പാടാവുന്നതാണ് ഇത്രയും വരികള്, അല്ലെങ്കിൽ അതിലത്തെ ആദ്യത്തെ 2 വരികളെങ്കിലും പാടാം. ദേവി മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ ദേവി പാലയ മാം. ബോധസ്വരൂപമായി ജീവചൈതന്യമായി ജ്ഞാനപ്രകാശമായി ഉള്ളിൽ മേവും ദേവി സകലാർത്ഥദായിനി മോഹിനി നേർവഴി കാട്ടി നടത്തിടേണേ. മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ ദേവി പാലയ മാം. ദേവി ഭഗവതി കാരുണ്യപീയൂഷദായിനി അംബികേ പാലയ മാം. നിൻ കടാക്ഷത്തിൻ പ്രകാശ കിരണങ്ങൾ എന്റെ ചിത്തത്തെ ഉണർത്തിയിടണേ. നിൻ മന്ദഹാസമരന്തമെൻ ഭാവനാമണ്ഡലം പുഷ്കലമാക്കിടേണേ. നിൻ കടാക്ഷത്തിൻ പ്രകാശ കിരണങ്ങൾ എന്റെ ചിത്തത്തെ ഉണർത്തിടേണേ. നിൻ മന്ദഹാസമരന്തമെൻ ഭാവനാമണ്ഡലം പുഷ്കലമാക്കിടേണേ. മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ ദേവി പാലയ മാം. ദേവി ഭഗവതി കാരുണ്യപീയൂഷദായിനി അംബികേ പാലയ മാം. തൃക്കരം തന്നിലെ ഗ്രന്ഥത്തിൽ നിന്നു ഞാൻ അക്ഷരമൊന്നു പഠിച്ചുവെങ്കിൽ വീണയിൽ നിന്നു പ്രപഞ്ച സംഗീതത്തിൻ മാധുര്യമെന്തെന്നറിഞ്ഞുവെങ്കിൽ തൃക്കരം തന്നിലെ ഗ്രന്ഥത്തിൽ നിന്നു ഞാൻ അക്ഷരമൊന്നു പഠിച്ചുവെങ്കിൽ വീണയിൽ നിന്നു പ്രപഞ്ച സംഗീതത്തിൻ മാധുര്യമെന്തെന്നറിഞ്ഞുവെങ്കിൽ മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ ദേവി പാലയ മാം. ദേവി ഭഗവതി കാരുണ്യപീയൂഷദായിനി അംബികേ പാലയ മാം. വാഗധിഷ്ഠാത്രിയാം ദേവി നീയല്ലയോ മായാപ്രപഞ്ചത്തിൻ തത്വരൂപം. ശക്തിയും വിദ്യയും ഐശ്വര്യവും തവ മുഗ്ധമാം ഭാവങ്ങൾ തന്നെയല്ലോ. വാഗധിഷ്ഠാത്രിയാം ദേവി നീയല്ലയോ മായാപ്രപഞ്ചത്തിൻ തത്വരൂപം. ശക്തിയും വിദ്യയും ഐശ്വര്യവും തവ മുഗ്ധമാം ഭാവങ്ങൾ തന്നെയല്ലോ. മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ ദേവി പാലയ മാം. ദേവി ഭഗവതി കാരുണ്യപീയൂഷദായിനി അംബികേ പാലയ മാം.
അക്ഷരബ്രഹ്മമായി സത്യസംഗീതമായി ശുദ്ധമാം ജ്ഞാനത്തിൻ ഗംഗയായി ഭക്തി മാധുര്യമായി ദേവി നീ എപ്പോഴും ഹൃത്തിൽ വിളങ്ങണേ മൂകാംബികേ. അക്ഷരബ്രഹ്മമായി സത്യസംഗീതമായി ശുദ്ധമാം ജ്ഞാനത്തിൻ ഗംഗയായി ഭക്തി മാധുര്യമായി ദേവി നീ എപ്പോഴും ഹൃത്തിൽ വിളങ്ങണേ മൂകാംബികേ. മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ ദേവി പാലയ മാം. ദേവി ഭഗവതി കാരുണ്യ പീയൂഷദായിനി അംബികേ പാലയ മാം. ദേവി ഭഗവതി കാരുണ്യ പീയൂഷദായിനി അംബികേ പാലയ മാം. വളരെ ഹൃദ്യമായിട്ടുള്ള നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് സന്ധ്യാവേളകളിൽ ഒന്നിച്ചിരുന്ന് ചൊല്ലാൻ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് ചൊല്ലാൻ ഇഷ്ടമാവും നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ. നല്ല സന്ധ്യാനാമമായിട്ട് എന്നും ചൊല്ലാവുന്നതാണ്. ദേവി കാരുണ്യം, ദേവി അനുഗ്രഹം ഇത് ചൊല്ലുന്നവർക്കൊക്കെ ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. ജ്ഞാന സ്വരൂപിണിയായ മൂകാംബികയുടെ അനുഗ്രഹം നമ്മുടെ കുട്ടികൾക്കൊക്കെ വിദ്യാലാഭത്തിന്, അവരുടെ ജീവിത വിജയത്തിന് ഒക്കെ അനുഗ്രഹമാകും, സംശയമില്ല. ഇനി മറ്റൊരു ദേവീ പ്രാർത്ഥനയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സ്തുതിയാണ്. അത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ചെറിയ സ്തുതി. ദേവീ പ്രാർത്ഥനയിൽ എത്ര രൂപത്തിൽ എത്ര ഭാവങ്ങളിൽ ചിൽസ്വരൂപിണി ദേവി നീ ശോഭിപ്പൂ. വിദ്യയായി ലക്ഷ്മിയായി പരാശക്തിയായി വിശ്വമോഹിനിയായി മഹാമായയായി വിശ്വമാതാവായി വിശ്വത്തിൻ സാക്ഷിയായി വിശ്വകാരിണിയായി വിശ്വനാഥയായി എത്ര രൂപത്തിൽ എത്ര ഭാവങ്ങളിൽ ചിൽ സ്വരൂപിണി ദേവി നീ ശോഭിപ്പൂ. വിദ്യയായി ലക്ഷ്മിയായി പരാശക്തിയായി വിശ്വമോഹിനിയായി മഹാമായയായി വിശ്വമാതാവായി വിശ്വത്തിൻ സാക്ഷിയായി വിശ്വകാരിണിയായി വിശ്വനാഥയായി തൃക്കരത്തിലെ ഗ്രന്ഥത്തിൽ നിന്നു ഞാൻ അക്ഷരമൊന്നെഴുതാൻ പഠിച്ചെങ്കിൽ വീണയിൽ നിന്നുതിരുന്ന ദിവ്യമാം നാദമാധുരി എന്നിൽ നിറഞ്ഞെങ്കിൽ. തൃക്കരത്തിലെ ഗ്രന്ഥത്തിൽ നിന്നു ഞാൻ അക്ഷരമൊന്നെഴുതാൻ പഠിച്ചെങ്കിൽ വീണയിൽ നിന്നുതിരുന്ന ദിവ്യമാം നാദമാധുരി എന്നിൽ നിറഞ്ഞെങ്കിൽ. കാമരാഗാദി ശത്രുക്കൾ ദേവി നിൻ ആയുധങ്ങളാൽ ഭസ്മീഭവിച്ചെങ്കിൽ നിന്നനുഗ്രഹവർഷ ബിന്ദുക്കളാൽ എൻ മനമൊന്നു നന്നായി കുളിർത്തെങ്കിൽ. കാമരാഗാദി ശത്രുക്കൾ ദേവി നിൻ ആയുധങ്ങളാൽ ഭസ്മീഭവിച്ചെങ്കിൽ
നിന്നനുഗ്രഹ വർഷ ബിന്ദുക്കളാൽ എൻ മനമൊന്നു നന്നായി കുളിർത്തെങ്കിൽ നിൻ കടാക്ഷസ്ഫുരണ പ്രകാശത്തിൽ എൻ മനം ജ്ഞാനദീപ്തമായി തീർന്നെങ്കിൽ പ്രാർത്ഥനയിൽ മുഴുകുന്നിതൻ മനം കാത്തിരിക്കുന്നു നിൻ കടാക്ഷത്തിനായി. നിൻ കടാക്ഷസ്ഫുരണ പ്രകാശത്തിൽ എൻ മനം ജ്ഞാനദീപ്തമായി തീർന്നെങ്കിൽ പ്രാർത്ഥനയിൽ മുഴുകുന്നിതൻ മനം കാത്തിരിക്കുന്നു നിൻ കടാക്ഷത്തിനായി. ചെറിയൊരു ഇതാണ് ദേവീ പ്രാർത്ഥനയിൽ. നാരായണ. അപ്പോൾ ദേവി സ്തുതികൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗുരു സ്മരണയാണല്ലോ സമ്പ്രദായം. ഇപ്പൊ ഗുരുവിനെ വന്ദിക്കുന്ന ഒരു 2 കീർത്തനങ്ങൾ ഇതിലുണ്ട്. ഒന്ന് ചെറുതാണ്, ശങ്കര ജയന്തി സമയത്ത് അമ്മ എഴുതിയ 3 ശ്ലോകങ്ങളാണ് ശങ്കരാചാര്യരെ കുറിച്ച്. ഒന്ന് ഗുരുവന്ദനം, മറ്റൊന്ന് ഗുരുപ്രണാമം എന്ന് പറഞ്ഞ് മറ്റൊരു കവിതയുമുണ്ട്. അവര് ഈ ഗുരു പൂർണിമയ്ക്ക് മറ്റൊരു കൃതി അയച്ചത് ഞാൻ ഇന്നാള് ഓൺലൈനിൽ പാരായണം ചെയ്തിരുന്നു. അത് ഈ പുസ്തകത്തിലില്ല. ഇനിയും പുസ്തകങ്ങൾ ഇറങ്ങട്ടെ അല്ലേ, അതിലൊക്കെ ഇതൊക്കെ വരട്ടെ. നമ്മൾ ഇങ്ങനെയുള്ളതിനേക്കാൾ അറിയുകയും റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ, അതിനെ സ്വീകരിക്കുമ്പോൾ, പ്രോത്സാഹിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മയ്ക്ക് ഇനിയും സന്തോഷമായിട്ട് പുതിയ പുതിയ കവിതകൾ ഒഴുകി വരും. അത് പുസ്തക രൂപത്തിൽ ലോകത്തിന് അനുഗ്രഹമായി വരും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു എളിയ ശ്രമം. വലിയ എന്താ പറയുക, സംഗീതജ്ഞന്മാരൊക്കെ ഇത് ഏറ്റെടുത്ത് CD-കളും അല്ലെങ്കിൽ അതുപോലെയുള്ള യൂട്യൂബിലൂടെയും ഒക്കെ പ്രശസ്തമാക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, ആശംസിക്കുന്നു. കാവാലം ശ്രീകുമാറിനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ KS ചിത്രയെ പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗീതജ്ഞരൊക്കെ ഇത് ഏറ്റെടുത്ത് പാടട്ടെ, അവരുടെ ആൽബങ്ങളായി വരട്ടെ, അങ്ങനെ പ്രശസ്തങ്ങളാവട്ടെ, അതിലൂടെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവട്ടെ. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഗുരുവന്ദനം ശങ്കരാചാര്യരെ കുറിച്ചിട്ടുള്ളൊരു 3 ശ്ലോകങ്ങളാണ്. അദ്വൈത ദർശനാചാര്യം വേദാർത്ഥജ്ഞാനദായിനം ജഗദ്ഗുരുമഹം വന്ദേ ശങ്കരാചാര്യദേശികം. അദ്വൈത ദർശനാചാര്യം വേദാർത്ഥജ്ഞാനദായിനം ജഗദ്ഗുരുമഹം വന്ദേ ശങ്കരാചാര്യദേശികം. ഭാരതാംബാശിരോരത്നം കേരളശ്രീ ശിവങ്കരം കാലദേശാധികം കീർത്തിവർദ്ധനം ധർമ്മരക്ഷകം. ഭാരതാംബാശിരോരത്നം കേരളശ്രീ ശിവങ്കരം കാലദേശാധികം കീർത്തിവർദ്ധനം ധർമ്മരക്ഷകം. ആര്യാംബാതനയം ദേവം കവിവര്യം അമാനുഷം കാരുണ്യസ്വർണദീം ജ്ഞാനസാഗരം പ്രണമാമ്യഹം. ആര്യാംബാതനയം ദേവം കവിവര്യം അമാനുഷം കാരുണ്യസ്വർണദീം ജ്ഞാനസാഗരം പ്രണമാമ്യഹം. ഇങ്ങനെ 3 ശ്ലോകങ്ങളെ കൊണ്ട് ഗുരുവന്ദനം, ശങ്കരാചാര്യ വന്ദനമാണ്.
ഇനി ഒരു ഗുരുപ്രണാമം. അതിൽ എല്ലാ ഗുരുക്കന്മാരെയും പെടുത്താം. നമസ്തേ സദ്ഗുരോ പ്രേമ കരുണാമൃതവാരിധേ നമസ്തേ വിഷ്ണുപാദാബ്ജ മാർഗദർശന ദീപമേ. നമസ്തേ സദ്ഗുരോ പ്രേമ കരുണാമൃതവാരിധേ നമസ്തേ വിഷ്ണുപാദാബ്ജ മാർഗദർശന ദീപമേ. അടുത്തെങ്കിലും അപ്രാപ്യ തലത്തിൽ നിന്നിടും ഭവാൻ നൽകും സ്നേഹാമൃതസ്പർശം ദുഃഖങ്ങൾക്കുള്ളൊരൗഷധം. അടുത്തെങ്കിലും അപ്രാപ്യതലത്തിൽ നിന്നിടും ഭവാൻ നൽകും സ്നേഹാമൃതസ്പർശം ദുഃഖങ്ങൾക്കുള്ളൊരൗഷധം. നിവൃത്തിമാർഗയാത്രയ്ക്കായി ലഭിക്കുന്നൊരനുഗ്രഹം. കർമ്മങ്ങളെല്ലാം ഭഗവൽ പൂജയായി ചെയ്തു ജീവിതം ധന്യമാക്കുക മുക്തിക്കു മാർഗമായി ഭവിച്ചിടും എന്നരുൾ ചെയ്യുമാചാര്യവർയനെ പ്രണമിപ്പു ഞാൻ. കർമ്മങ്ങളെല്ലാം ഭഗവൽ പൂജയായി ചെയ്തു ജീവിതം ധന്യമാക്കുക മുക്തിക്കു മാർഗമായി ഭവിച്ചിടും എന്നരുൾ ചെയ്യുമാചാര്യവർയനെ പ്രണമിപ്പു ഞാൻ. അർത്ഥമില്ലാത്ത കർമ്മങ്ങൾക്കർത്ഥം നൽകിയ സദ്ഗുരോ പ്രഭോ ഭവൽ പാദപൂജ ചെയ്യുവാൻ ഭാഗ്യമേകണേ. അർത്ഥമില്ലാത്ത കർമ്മങ്ങൾക്കർത്ഥം നൽകിയ സദ്ഗുരോ പ്രഭോ ഭവൽ പാദപൂജ ചെയ്യുവാൻ ഭാഗ്യമേകണേ. അങ്ങനെ ഗുരുപ്രണാമം എന്നുള്ളത്. ഇനി നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് കിടക്കാം. കൃഷ്ണന്റെ 2-3 സ്തോത്രങ്ങളുണ്ട്. ആദ്യത്തേത് ശ്രീകൃഷ്ണം പ്രണമാമ്യഹം. ഒരു 7 ശ്ലോകങ്ങളാണ്, ചെറിയ ശ്ലോകങ്ങളാണ്, വളരെ മനോഹരം. പഠിച്ചു വെക്കാനൊക്കെ എളുപ്പമാണ്. നിത്യം ചൊല്ലാൻ പാരായണം ചെയ്യാൻ വളരെ നല്ലതാണ്. ശ്രീകൃഷ്ണം പ്രണമാമ്യഹം. ദേവകീതനയം ശംഖചക്രാംബുജഗദാധരം വാസുദേവം മഹാവിഷ്ണും ശ്രീകൃഷ്ണം പ്രണമാമ്യഹം. യശോദാലാളിതം നന്ദനന്ദനം വ്രജസുന്ദരം ഗോപീമാനസമാധുര്യം ശ്രീകൃഷ്ണം പ്രണമാമ്യഹം. നവനീതപ്രിയം വേണുലോലം ചന്ദനചർച്ചിതം വനമാലാധരം ബാലം ശ്രീകൃഷ്ണം പ്രണമാമ്യഹം. ഗോവിന്ദം ഗോപികാനാദം ഗോവർദ്ധനധരം വിഭും ഗോലോകവാസിനം രാധാമോഹനം പ്രണമാമ്യഹം. വൃന്ദാവനസുലാവണ്യം ഇന്ദ്രഗർവവിനാശനം
പ്രലംബാദിമഹാദൈത്യനാശിനം സുരസേവിതം രുക്മിണീ സത്യഭാമാദ്യൈഃ സേവിതം ദ്രൗപദീസ്തുതം നിഷ്കാമഭക്തസംസേവ്യം ശ്രീകൃഷ്ണം പ്രണമാമ്യഹം യോഗയോഗേശ്വരം പാർത്ഥസാരഥിം ഭക്തവത്സലം ഗുരുവായൂപുരാധീശം ശ്രീകൃഷ്ണം പ്രണമാമ്യഹം യോഗയോഗേശ്വരം പാർത്ഥസാരഥിം ഭക്തവത്സലം ഗുരുവായൂപുരാധീശം ശ്രീകൃഷ്ണം പ്രണമാമ്യഹം. എങ്ങനെ? ശ്രീകൃഷ്ണം പ്രണമാമ്യഹം. അടുത്ത മറ്റൊരു, ഇത് നല്ല സംസ്കൃതമായിരുന്നു, ശ്രീകൃഷ്ണം പ്രണമാമ്യഹം. പക്ഷെ വളരെ ലളിത സംസ്കൃതം. കാരണം വിശേഷിച്ചൊന്നും ഭഗവാന്റെ വിവിധ വിശേഷണങ്ങൾ അല്ലെങ്കിൽ നാമങ്ങൾ അത് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ ഞാൻ നമിക്കുന്നു, പ്രണമാമി അഹം. അതുകൊണ്ട് ആ നാമങ്ങളൊക്കെ ദ്വിതീയ വിഭക്തിയിലാക്കി സംസ്കൃത ശ്ലോകമാക്കിയിട്ടാണ് തന്നിരിക്കുന്നത്. ഇനി വളരെ മനോഹരമായിട്ടുള്ള അതിലളിതമായിട്ടുള്ളൊരു മലയാള കൃഷ്ണകീർത്തനം. കൃഷ്ണനാമത്തിൽ എന്ന്. കൃഷ്ണനാമത്തിൽ ഓ കൃഷ്ണനാമത്തിൽ കൃഷ്ണസ്വരൂപത്തിൽ കൃഷ്ണവേണുഗാനാമൃതധാരയിൽ കൃഷ്ണൻ തന്മയിൽ പീലിവർണ്ണങ്ങളിൽ വിശ്വവശ്യമാം മന്ദഹാസാഭയിൽ കൃഷ്ണനുണ്ണുന്ന വെണ്ണയുരുളയിൽ ശുദ്ധമാക്കും തുളസി മാല്യങ്ങളിൽ പുഞ്ചിരി അലിയും കിളിക്കൊഞ്ചലിൽ കിങ്കിണി തൻ കിലുകിലനാദത്തിൽ മഞ്ഞപ്പൂമ്പട്ടിൽ സ്വർണപ്രകാശത്തിൽ മന്ദമായി കിലുങ്ങുന്ന തളകളിൽ കാരുണ്യാമൃതം തൂകുന്ന കൺകളിൽ കാമനാശകമാം രാസലീലയിൽ പ്രേമഗീതം മുഴങ്ങും നികുഞ്ചത്തിൽ താളമൊത്തൊഴുകുന്ന യമുനയിൽ പേലവമാം തൃണങ്ങളാൽ പൂർണമാം ചാരുവൃന്ദാവനത്തിൻ സുഷമയിൽ മെല്ലെ മെല്ലെ ലയിക്കേണമെൻ മനം കർമ്മമെല്ലാം അതിനായി ഭവിക്കണം. മെല്ലെ മെല്ലെ ലയിക്കേണമെൻ മനം കർമ്മമെല്ലാം അതിനായി ഭവിക്കണം. കൃഷ്ണനിൽ വിശ്വമൊക്കെയും കണ്ടിടാൻ കൃഷ്ണലീലയായി സർവം ഗ്രഹിച്ചിടാൻ കൃഷ്ണബോധം മനസ്സിലുറച്ചിടാൻ കൃഷ്ണ നീ തന്നെ ആശ്രയമാകണം. കൃഷ്ണനിൽ വിശ്വമൊക്കെയും കണ്ടിടാൻ കൃഷ്ണലീലയായി സർവം ഗ്രഹിച്ചിടാൻ കൃഷ്ണബോധം മനസ്സിലുറച്ചിടാൻ കൃഷ്ണ നീ തന്നെ ആശ്രയമാവണം. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ശ്രീകൃഷ്ണ കൃഷ്ണ രാമ ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ശ്രീകൃഷ്ണ കൃഷ്ണ രാമ ഹരേ രാമ ഗോവിന്ദ.
ഇങ്ങനെ കൃഷ്ണനാമത്തിൽ നിന്നുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന. ഓരോ പ്രാർത്ഥനയും നമ്മുടെ ഉള്ളിൽ തട്ടുന്നതാണ്. നമുക്ക് വേണ്ടി തന്നെയാണ് ഓരോ പ്രാർത്ഥനയും. നമ്മുടെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കാനായി, ഭഗവാന്റെ വിവിധ ആടയാഭരണങ്ങളിൽ, വിഭൂതികളിൽ എപ്പോഴും മനസ്സ് ഉറച്ചു നിൽക്കാനായി കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. മധുരാഷ്ടകത്തിന്റെ ഒരു മലയാളം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? മധുരാഷ്ടകത്തിലും ഇത് തന്നെ പറയണം, ഭഗവാന്റെ എല്ലാം മധുരം. മധുരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ആഹ്ലാദിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത്. ഭഗവാന്റെ ഓരോ അവയവങ്ങളും വസ്ത്രാദിഭൂഷണങ്ങളും എല്ലാം തന്നെ ഓർക്കുന്നതൊക്കെ മധുരം. ഭഗവാന്റെ ചേഷ്ടകളൊക്കെ മധുരം. അങ്ങനെയുള്ള ആ മധുരതരമായ ഭഗവാന്റെ ആ ഭാവങ്ങളിൽ നമ്മുടെ മനസ്സ് ഉറച്ചാൽ അതുതന്നെയാണ് ചിത്തവൃത്തി നിരോധം, അതുതന്നെയാണ് യോഗം, അതുതന്നെയാണ് സമാധി, അതുതന്നെയാണ് ശാന്തി. അപ്പൊ നമുക്ക് ശാന്തിക്കുള്ള വഴികളാണ് ഇതെല്ലാം. ഇനി ഭാഗവതത്തെക്കുറിച്ച് ഒരു കീർത്തനം, ഭാഗവതത്തെ സ്തുതിക്കുന്ന കീർത്തനം, ഭാഗവത കീർത്തനം. അതൊരു 3 ശ്ലോകങ്ങളേ ഉള്ളൂ. പക്ഷെ അതിനൊരു പല്ലവിയായിട്ട് നാരായണ നാരായണാണ് നാമം. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. വേദശാസ്ത്രസാരമെല്ലാം കൃഷ്ണ കഥകളിലൂടെ, ഗീതാസ്തുതികളിലൂടെ പകർന്നു നൽകും. ഭാഗവതമാകും ഭക്തിജ്ഞാന ഗംഗാ പ്രവാഹത്തിൽ സ്നാനം ചെയ്യാം, ആനന്ദത്തിൻ നിർവൃതി നേടാം. ഭാഗവതമാകും ജ്ഞാന ഗംഗാ ഭക്തി ജ്ഞാന ഗംഗാ പ്രവാഹത്തിൽ സ്നാനം ചെയ്യാം, ആനന്ദത്തിൻ നിർവൃതി നേടാം. നാരായണ 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 രാധാ ഗോവിന്ദ. സത്യമെന്തെന്നറിയുവാൻ, ദുഃഖമെല്ലാം അകലുവാൻ, മൃത്യുഭയമില്ലാതാവാൻ, ശാന്തി നേടിടാൻ, ഭക്തിമാർഗം തന്നിലൂടെ ചരിക്കുന്നുപദേശിക്കും ഉത്തമമാം പുരാണം ശ്രീഭാഗവതമാം. നാരായണ 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 രാധാ ഗോവിന്ദ. ഭക്തിപൂർവം ഭാഗവതം ശ്രവിച്ചിടാം, ജപിച്ചിടാം, ശുദ്ധമാക്കി വെക്കാം മനോവൃത്തികളെല്ലാം. സ്വധർമ്മ കർമ്മങ്ങൾ കൃഷ്ണ പൂജയാക്കി മാറ്റാം, ഗുരു കരുണ തൻ ധന്യതയിൽ കൃഷ്ണ മുകുന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. ഭാഗവത കീർത്തനം. ഇനി അടുത്തതൊരു ശ്രീരാമാഷ്ടകമാണ്. ഇന്നലെ വൈകുന്നേരം ഞാൻ വാൽമീകി രാമായണം ആരംഭിക്കുന്നതിന് മുമ്പ് ചൊല്ലി. ഹരിവരാസനം രീതിയിൽ അതിമനോഹരമായിട്ടുള്ള 8 ശ്ലോകങ്ങളാണ് ശ്രീരാമാഷ്ടകം. ഹരിവരാസനം ചൊല്ലും പോലെ ശ്രീരാമക്ഷേത്രങ്ങളിൽ വൈകുന്നേരം
നടയടയ്ക്കാൻ നേരത്ത് വേണമെങ്കിൽ ഒരു കീർത്തനമാക്കി കൊണ്ടുവരാവുന്നതാണ് അല്ലേ. ഭഗവാനുള്ള എന്താ പറയുക, ശബരിമലയിൽ എങ്ങനെയാണോ ഹരിവരാസനം അവസാനത്തെ ഉറക്കുപാട്ടായിട്ട് എന്താ പേലവം, കൃഷ്ണസ്തുതിയിലാണ് അല്ലേ. പേലവം എന്ന് പറഞ്ഞാൽ അത്യന്തം മൃദുവായത് എന്നുള്ളതാണ്. വളരെ സോഫ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, തളിരുകൾ ആണല്ലോ. ആ തളിര് പോലെയുള്ളതായിട്ടുള്ള തൃണങ്ങൾ കൊണ്ട് പൂർണ്ണം പേലവം. ലോലം എന്നൊക്കെ പറയുന്നതിന് അർത്ഥം തന്നെയാണ് പേലവം. ഇരിക്കട്ടെ, നമുക്ക് രാമാഷ്ടകത്തിലേക്ക് വരാം. അപ്പോൾ ഹരിവരാസനം രീതിയിൽ ശ്രീരാമക്ഷേത്രങ്ങളിലൊക്കെ വൈകുന്നേരം പാടാവുന്നതാണ്. എല്ലാവർക്കും സന്ധ്യാനാമമായിട്ടും ചൊല്ലാം. സന്ധ്യാനാമത്തിന് ബെസ്റ്റാണ്. ദശരഥാത്മജം രാമനാമകം ജനകജാപതിം ധർമ്മവിഗ്രഹം ദശമുഖാന്തകം സത്യപാലകം രവികുലോദ്ഭവം രാഘവം ഭജേ. മുനിഗണാവൃതം ലക്ഷ്മണാന്വിതം മിഥിലജാമനോരഞ്ജകം വിഭും വനനിവാസിനം യജ്ഞരക്ഷകം രവികുലോദ്ഭവം രാഘവം ഭജേ. രാഘവം ഭജേ, രാഘവം ഭജേ, രവികുലോദ്ഭവം രാഘവം ഭജേ. ഇത് ഞാൻ ഇടയ്ക്ക് കൂട്ടിയതാണ് കേട്ടോ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ പോലെ വേണമെങ്കിൽ ആവാം. മനുജരാക്ഷസ പ്ലവക ഗോമൃഗ ഖഗതൃണദ്രുമാദ്യഖില സേവിതം പദകരക്ഷകം സാരൂപ്യമുക്തിദം രവികുലോദ്ഭവം രാഘവം ഭജേ. വിപിനചാരിണം വിരഹതാപിതം ഹനുമദാദിസം സേവിതം പ്രഭും ശബരിപൂജിതം ജ്ഞാനദായിനം രവികുലോദ്ഭവം രാഘവം ഭജേ. രണസമുദ്യതം വരുണപൂജിതം കപിബലാന്വിതം ജലധിതാരണം ദൃഢവ്രതോജ്വലം ചാപധാരിണം രവികുലോദ്ഭവം രാഘവം ഭജേ. ധരണിരക്ഷകം സ്വസുഖവർജിതം ധരണിജാപരിത്യാഗകാതരം പ്രണവതുല്യനാമാക്ഷരാത്മകം രവികുലോദ്ഭവം രാഘവം ഭജേ. ഗുരുജനപ്രിയം മുനിഗണൈർനുതം ഭുവനസുന്ദരം ശാപമോക്ഷദം ധരണിഭാരസം ശോഷകം ഹരിം രവികുലോദ്ഭവം രാഘവം ഭജേ.
മമ ഹൃദി സ്ഥിതം സീതയാന്വിതം സഹജസേവിതം പവനജസ്തുതം സുരനമസ്കൃതം പുരുഷമുത്തമം രവികുലോദ്ഭവം രാഘവം ഭജേ. സുരനമസ്കൃതം പുരുഷമുത്തമം രവികുലോദ്ഭവം രാഘവം ഭജേ. രാഘവം ഭജേ രാമ രാഘവം ഭജേ. രവികുലോദ്ഭവം രാഘവം ഭജേ. അങ്ങനെ രാമാഷ്ടകം ഹരിവരാസനം രീതിയിൽ വളരെ മനോഹരം. എല്ലാവരും പഠിക്കാൻ തയ്യാറായിക്കോളും. അതേ ഇതിനോട് തുടർന്ന് ഒരു ഹനുമൽ സ്തുതി ഒരൊറ്റ ശ്ലോകം അതേ രീതിയിൽ. അനിലജം മഹേശാംശ സംഭവം കപിവരോത്തമം രാമസേവകം അചലധാരിണം അഞ്ജനാസുതം അമിത തേജസം ശാശ്വതം ഭജേ. അചലധാരിണം അഞ്ജനാസുതം അമിത തേജസം ശാശ്വതം ഭജേ. അങ്ങനെ ഒരു ശ്ലോകം കൊണ്ട് ഹനുമാൻ സ്വാമിയെയും രണ്ടും കൂടി ചേർത്ത് ദിവസവും സന്ധ്യയ്ക്ക് ചൊല്ലാൻ ഉത്തമമാണ്. കുട്ടികളൊക്കെ പഠിക്കട്ടെ, പഠിപ്പിക്കൂ. നിങ്ങൾ ചൊല്ലി ആസ്വദിക്കൂ. നമ്മൾ വഴിപാടായിട്ട് ചൊല്ലരുത്. എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും അത് ആസ്വദിക്കാൻ പഠിക്കണം. നമ്മൾ അതിൽ 100% മുഴുകിക്കൊണ്ട് നമ്മൾ ആസ്വദിക്കുമ്പോൾ ചുറ്റുപാടുള്ളവർ തന്നെ ആസ്വദിക്കും. എല്ലാവർക്കും അതിൽ ശ്രദ്ധയുണ്ടാവും. നേരെ മറിച്ച് നമ്മളൊരു വഴിപാടായിട്ടാണ് ചെയ്യുന്നതെങ്കിലോ ആളുകൾക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിയാവും, ഓടിപ്പോവും. അങ്ങനെ ഇടവയ്ക്കരുത്. ആസ്വദിച്ച് ചെയ്യുക ഏത് കാര്യവും. അത് തന്നെ നമുക്ക് ആനന്ദം നൽകും. അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ഫലമാണ്. അടുത്തതൊരു ശിവാഷ്ടകമാണ്. വളരെ മനോഹരം. അതിലവസാന വരികള് ശ്രീശിവം ശങ്കരം ലോകനാഥം ഭജേ. ശ്രീശിവം ശങ്കരം ലോകനാഥം ഭജേ. ഈ വരികള് ആവർത്തിക്കുന്നു എല്ലാ ശ്ലോകത്തിലും. നോക്കാം. ശ്രീശിവാഷ്ടകം. കൈലാസവാസിനം പാർവതീവല്ലഭം ചന്ദ്രമൗലിം നാഗഭൂഷണാലങ്കൃതം അർക്കചന്ദ്രാഗ്നിനേത്രോജ്വലം സുന്ദരം ശ്രീശിവം ശങ്കരം ലോകനാഥം ഭജേ. ഗംഗാമൃതുസ്മേരവക്ത്രാബ്ജമോഹിതം ഗൗരീകടാക്ഷാവലോകനാലിംഗിതം നീലകണ്ഠം വൈദ്യനാഥം മഹേശ്വരം ശ്രീശിവം ശങ്കരം ലോകനാഥം ഭജേ. മാതംഗചർമാംബരം ജടാധാരിണം കാലാന്തകം കാമവൈരിം സദാശിവം കാശിനാഥം ഗിരീശം ഭൂതസേവിതം ശ്രീശിവം ശങ്കരം ലോകനാഥം ഭജേ. അർദ്ധനാരീശ്വരം മോഹിനീരൂപസമ്മോഹിതം മായാദിനാഥം ജിതേന്ദ്രിയം യോഗീന്ദ്രഹൃത്പദ്മവാസിനം താപസം
ശ്രീശിവം ശങ്കരം ലോകനാഥം ഭജേ. പഞ്ചാനനം ഭാലലോചനം ശ്രീകരം ലോഹിതാക്ഷം ഭസ്മഭൂഷിതം നിർമ്മലം സംഹാരശക്തിസ്വരൂപം പിനാകിനം ശ്രീശിവം ശങ്കരം ലോകനാഥം ഭജേ. നർത്തകം ഗായകം വാദ്യപ്രിയം സർവരക്ഷകം ലോകൈക സൗന്ദര്യ വിഗ്രഹം വിശ്വനാഥം ജ്യോതിർലിംഗസ്വരൂപിണം ശ്രീശിവം ശങ്കരം ലോകനാഥം ഭജേ. ക്ഷിപ്രപ്രസാദിനം മുക്തിപ്രദായിനം ദുഷ്ടസംഹാരിണം കാലസ്വരൂപിണം വ്യാഘ്രപാദാദിമുനീശ്വരൈ സേവിതം ശ്രീശിവം ശങ്കരം ലോകനാഥം ഭജേ. ദക്ഷിണാമൂർത്തിം ജഗദ്ഗുരും നിർഗുണം മൃത്യുഞ്ജയം മഹാവിഷ്ണു പ്രപൂജിതം സചിന്മയം സമാധിസ്ഥിതം ശാശ്വതം ശ്രീശിവം ശങ്കരം ലോകനാഥം ഭജേ. ശ്രീശിവം ശങ്കരം ലോകനാഥം ഭജേ. ശ്രീശിവം ശങ്കരം ലോകനാഥം ഭജേ. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് തുറന്ന് പാടുമ്പോഴാണ് ഇത് ഇത്രയും മനോഹരാണെന്ന് പോലും നമ്മൾ പോലും അറിയുന്നത്. ഇത്ര മനോഹരമാണ്. തുറന്ന് ആസ്വദിച്ച് പാടണം, അപ്പോഴാണ് അതിന്റെ സൗന്ദര്യം. മറ്റേത് നമ്മൾ മനമനുമനെന്ന് ആരും കേൾക്കാത്ത രീതിയിൽ ചൊല്ലിയാലത് രസമില്ല. നാരായണ. നമ്മുടെ ശങ്കരാചാര്യരുടെ ശിവസ്തുതികൾക്കൊക്കെ ഒപ്പം നിർത്താവുന്ന അത്രയും ബ്യൂട്ടിഫുൾ അതേ പറയാനുള്ളൂ, അല്ലേ? മുഴുവൻ സംസ്കൃതമാണതും. ശ്രീ ശിവാഷ്ടകം സംസ്കൃത പദങ്ങൾ മാത്രമാണ്. ഈ അമ്മയ്ക്ക് സംസ്കൃതം അറിയേയില്ല എന്ന് പറയുകയും ചെയ്യും. അമ്മ ഹിന്ദി ടീച്ചറായിരുന്നു. പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് സംസ്കൃതം ഒട്ടും അറിയില്ല എന്ന്. എന്നിട്ട് പല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംശയ രീതിയിൽ ചോദിക്കുകയും ചെയ്യും. എന്താണാവോ ഇവിടെ ഇത്രയും മനോഹരമായിട്ടുള്ള സ്തോത്രങ്ങളാണ് സംസ്കൃതത്തിൽ രചിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒരു ഗുരു കാരുണ്യം തന്നെയാണ്, ഒരു ഉൾവിളിയാണ്. ഇതെല്ലാം ഈശ്വര അനുഗ്രഹം കൊണ്ട് മാത്രമേ ഇത്രയും നല്ല കൃതികൾ രചിക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും അനുഗ്രഹീതയാണ്. അമ്മയുടെ ജന്മം ധന്യം. ഇനിയൊരു ശബരീശ സ്തോത്രം അയ്യപ്പസ്വാമിയെ കുറിച്ച്. ശബരീശ സ്തോത്രം 4, 8, 9, 10 ശ്ലോകങ്ങളാണ്. വന്ദേ ഹരിഹരാത്മജം ശബരീശം ഭൂതനാഥം സർവലോകപ്രപൂജിതം കലിദോഷഹരം ദേവം വന്ദേ ഹരിഹരാത്മജം ദുഃഖനാശകരം മുക്തിദായിനം കരുണാകരം അഭീഷ്ടവരദം വന്ദേ ഹരിഹരാത്മജം മണികണ്ഠം മഹാവീരം
സർവശത്രുവിനാശനം അന്നദാനപ്രഭും ദേവം വന്ദേ ഹരിഹരാത്മജം കളഭാഭിഷിക്തമാനന്ദരൂപിണം ഭക്തവത്സലം ഘൃതാഭിഷിക്തം ഭക്താനാം മനോനിർവൃതിദായിനം പുഷ്പാഭിഷിക്തം ശ്രീയുക്തം വന്ദേ ഹരിഹരാത്മജം അഷ്ടാദശാദ്രിമധ്യസ്ഥം ദുഷ്പ്രാപം വിപിനസ്ഥലേ വിരാജന്തം സിംഹവ്യാഘ്രവാരണാദി നമസ്കൃതം തത്വമസ്യാദിവാക്യാർത്ഥബോധിനം പരമാത്മനം സ്വാമി മന്ത്രോദ്ഗുഷ്ടകീർത്തിം സദ്ഗുരും ശ്രുതി സംസ്തുതം പ്രപന്നരക്ഷകം ദേവം വന്ദേ ഹരിഹരാത്മജം ഭസ്മാഭിഷിക്തം ചിന്മുദ്രം ജടാധാരിണമച്യുതം സമാധിസ്ഥം ദൃഢവ്രതം വന്ദേ ഹരിഹരാത്മജം കുടുംബരക്ഷകം രോഗമുക്തിദം ശ്രീശനീശ്വരം ധർമ്മശാസ്താരം അയ്യപ്പസ്വാമിനം പ്രണമാമ്യഹം ശരണം ശരണം സ്വാമി ശരണം ശരണം സദാ ജപ്യം മന്ത്രം മോഹദുഃഖനാശകം മോക്ഷദായകം ശരണം ശരണം സ്വാമി ശരണം ശരണം സദാ ജപ്യം മന്ത്രം മോഹദുഃഖനാശകം മോക്ഷദായകം സ്വാമിയേ ശരണമയ്യപ്പ. അപ്പോ ഇത്രയും ചൊല്ലിയത് മുഴുവൻ സ്തോത്രങ്ങൾ എന്നുള്ള വിഭാഗത്തിൽ നിന്നാണ്. ഇനിയും പുരാണങ്ങളുടെ കഥകളെ സംബന്ധിച്ചതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. അതിൽ നമ്മുടെ ഭാഗവതത്തിലെ ശ്രീകൃഷ്ണാവതാരം, രുക്മിണി സ്വയംവരം, അതുപോലെയുള്ള പല സന്ദർഭങ്ങളും വരുന്നുണ്ട്. ഒക്കെ നമുക്ക് പറ്റിയാൽ നാളെ തന്നെ തുടരാം. നാളെ ഒഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ കാണാം 11 മണിക്ക്. ഇന്നിവിടെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. പുസ്തകങ്ങൾ വേണ്ടവര് വാട്സപ്പിലൂടെ സാധാരണ പോലെ അറിയിക്കുക. ഈ പുസ്തകത്തിന് 100 രൂപയാണ് വില. പൂജാപുഷ്പങ്ങൾ 35 രൂപയാണ്. പിന്നെ അതിന്റെ പോസ്റ്റേജും വരും. വേണ്ടവർ വാങ്ങിച്ചാൽ മതി. ഒരു നിർബന്ധവും ഇല്ല. ഇങ്ങനൊരു സാധനമുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. നാരായണ. ഓം ഹരി ഓം ഹരി ഓം. ഇന്നിവിടെ സമർപ്പിക്കുകയാണ്. ഓം. ഇതാണ് അമ്മ കമലാദേവി വിയൻ. വളരെ സന്തോഷം അമ്മേ. അമ്മയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യം തന്ന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതുപോലെ നല്ല നല്ല സ്തോത്രങ്ങളും കാവ്യങ്ങളും രചിക്കാം. ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ മിക്കവാറും ഉണ്ടാവും.
ഒന്ന് നോട്ടിഫിക്കേഷൻ നോക്കിക്കോളൂ. ഹരി ഓം.